2026 ഫിഫ വേൾഡ് കപ്പിന് തുടക്കമായതോടെ ഇഷ്ട ടീമിന്റെ ജേഴ്സിക്കും പതാകയ്ക്കും ഒപ്പം ആവേശം കൊടുമ്പിരി കൊള്ളിക്കുന്ന മറ്റൊന്നുണ്ട്. അത് ലോകകപ്പ് ഗാനങ്ങളാണ്. 1962 ചിലി ലോകകപ്പ് മുതൽ ഇങ്ങോട്ടുള്ള ഫിഫ ലോകകപ്പ് ഗാനങ്ങൾക്കും ആന്തങ്ങൾക്കുമെല്ലാം ആരാധകർ ഏറെയാണ്. ആതിഥേയ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതായിരിക്കും ലോകകപ്പ് ഗാനങ്ങൾ. ലോകകപ്പ് ഗാനങ്ങളും ചരിത്രവും വിശദമായി തന്നെ അറിയാം. 1962 ചിലി ലോകകപ്പിലായിരുന്നു ഫിഫ ആദ്യമായി ഗാനം പുറത്തിറക്കിയത്. ചിലിയൻ ബാൻഡ് ആയ ദ റാംബേഴ്സ് ആയിരുന്നു എൽ റോക്ക് ഡെൽ മുഡിയാൻ എന്ന റോക്ക് ആൻഡ് റോൾ ഗാനം ഒരുക്കിയത്. പിന്നീട് 1978 അടുത്ത ഗാനം പുറത്തിറങ്ങി. ബ്യൂണസ് അയേഴ്സ് ഹിൽ ഹാർമോണിക് ഓർക്കസ്ട്രയ്ക്കൊപ്പം എൽ മുഡിയാൻ എന്ന പേരിൽ തന്നെയാണ് ഗാനം പുറത്തിറങ്ങിയത്. എന്നാൽ വരികളില്ലാത്ത ഗാനമായിരുന്നു അത്. സ്പാനിഷ് സംഗീത പാരമ്പര്യം ഓർമ്മിപ്പിക്കുന്ന പരമ്പരാഗത ഇൻസ്ട്രുമെന്റ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ശേഷം 1982 മുൻഡിയാൽ 82 എന്ന ഗാനവും പുറത്തിറങ്ങി. 1982 ലോകകപ്പിനായി പ്ലാസിഡോ ഡൊമിംഗോയാണ് ഗാനം ഒരുക്കിയത്. എന്നാൽ 90കളുടെ തുടക്കത്തിലാണ് അല്പം കൂടി ജനകീയമായ ഒരു ഗാനം പിറവിയെടുത്തത്. ഇറ്റാലിയൻ ഗായകരായ എഡ്വാർഡോ ബെനറ്റോയും ജിയാനോയും ചേർന്നിറക്കിയ ടു ബി നമ്പർ 1 എന്ന പ്രശസ്തമായ ഗാനം. അങ്ങനെ ലോകകപ്പ് ഗാനങ്ങളിൽ ആദ്യമായൊരു കരോക്കെ വേർഷൻ പുറത്തിറങ്ങി. 1994 USA ലോകകപ്പിൽ ഡാരിൽ ഹാളും സൗണ്ട്സ് ഓഫ് ബ്ലാക്ക്നെസ്സും ചേർന്ന് ഗ്ലോറി ലാൻഡ് എന്ന ഗാനം ഒരുക്കി. അമേരിക്കൻ സംഗീത പാരമ്പര്യവും സ്വത്വവും എല്ലാം ഉൾക്കൊള്ളുന്നതായിരുന്നു ആ ഗാനം. എന്നാൽ 90s കിഡ്സിനെ രോമാഞ്ചം കൊള്ളിച്ച ഗാനത്തിന്റെ പിറവി അത് 1998 ഫ്രാൻസ് ലോകകപ്പിനായി ഔദ്യോഗിക ഗാനവും ആന്തവും പുറത്തിറങ്ങിയ കാലം. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന കാലം. എന്നാലും മലയാളികളടക്കം മൂളി നടന്ന സ്പാനിഷ് ഗായകൻ റിക്കി മാർട്ടിന്റെ ഗോ ഗോ അലെ അലെ സൃഷ്ടിച്ച തരംഗം ചില്ലറയൊന്നുമല്ല. ആൽബം വിൽപ്പനയിൽ ചരിത്രം സൃഷ്ടിച്ച ഗാനം കൂടിയാണിത്. 2002 ഏഷ്യ ആതിഥേയത്വം വഹിച്ച കാലത്താണ് ബൂം എന്ന ലോകകപ്പ് ഗാനം പുറത്തിറങ്ങുന്നത്. ലെറ്റ്സ് ഗെറ്റ് ടുഗെദർ എന്ന പ്രാദേശിക ഗാനവും അന്ന് ഫിഫ പുറത്തിറക്കിയിരുന്നു. പിന്നീട് ഇൽ ഡിവോ, ടോണി ബ്രാക്സൺ എന്നിവരൊരുക്കിയ ദ ടൈം ഓഫ് അവർ ലൈഫ്, ഹെൽബർട്ട് ഗ്രോൺമെയറിന്റെ സെലിബ്രേറ്റ് ദ ഡേ എന്നിവയായിരുന്നു 2006 ജർമ്മനി ലോകകപ്പിന്റെ ഗാനങ്ങൾ. പിന്നീട് ഒരു ജനകീയ ഗാനം പുറത്തിറങ്ങുന്നത് 2010 പോപ്പ് താരം ഷക്കീറയായിരുന്നു. ആഫ്രിക്കൻ ലോകകപ്പിനായി ഷക്കീറ ഒരുക്കിയത് വക്ക വക്ക എന്ന ഗാനം ആയിരുന്നു. എക്കാലത്തെയും വലിയ ഹിറ്റായി മാറിയ ഗാനം ആഫ്രിക്കൻ ഫുട്ബോൾ ചരിത്രവും പൈതൃകവും എല്ലാം വിളിച്ചോതി. താരങ്ങളെ പടയ്ക്കൊരുങ്ങിയ പടയാളികളോട് ഉപമിച്ച ഗാനത്തിൽ ദക്ഷിണാഫ്രിക്കൻ മ്യൂസിക് ബാൻഡായ ഫ്രഷ്ലി ഗ്രൗണ്ടാണ് ഷക്കീറയ്ക്ക് പിന്തുണ നൽകി ഗാനത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത്. 2010 ഹെയ്ത്തി ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടവർക്കുള്ള ആദരം കൂടിയായിരുന്നു വക്ക വക്ക. ഒപ്പം അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ വെൻ ഐ ഗെറ്റ് ഓൾഡർ ഐ വിൽ ബി സ്ട്രോങ്ങർ എന്ന പ്രൊമോഷൻ ഗാനവും സൂപ്പർ ഹിറ്റായിരുന്നു. ഇന്നും ഈ ഗാനത്തിന് ആരാധകർ ഏറെയാണ്. വക്ക വക്കയ്ക്കൊപ്പം പിടിച്ചു നിൽക്കാൻ സെലിബ്രേഷൻ മെക്സിന് കഴിഞ്ഞു. കറുത്ത വർഗ്ഗക്കാരുടെ നേരെയുള്ള അടിച്ചമർത്തലും യുദ്ധവും കുടിയേറ്റക്കാരുടെ പുതിയ ഭാഷാ പഠനത്തിന് നേരിടേണ്ടി വരുന്ന കളിയാക്കലും ഭീഷണികളും എല്ലാം പാട്ടിന്റെ വരികളിൽ പ്രതിഫലിച്ചു. 2014 ബ്രസീൽ ലോകകപ്പിന് പിറ്റ്ബുൾ, ജെനിഫർ ലോപ്പസ്, ക്ലൗഡിയ ലിറ്റെ സംഘത്തിന്റെ ഒലേ ഒലേ അഥവാ വിയ 1 ആയിരുന്നു ഔദ്യോഗിക ഗാനം. ഇതിനൊപ്പം വി വിൽ ഫൈൻഡ് എ വേ എന്ന ആനന്ദവും പുറത്തിറക്കിയിരുന്നു. ബ്രസീലിയൻ ഫുട്ബോൾ വികാരമൊന്നും പ്രകടിപ്പിക്കാത്ത ഗാനമെന്ന വിമർശനമാണ് പിറ്റ്ബുളും സംഘവും ആദ്യം കേട്ടത്. തുടർന്ന് ചില മാറ്റങ്ങൾ വരുത്തി പുറത്തിറക്കിയ പാട്ട് ഫുട്ബോൾ പ്രേമികൾ ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ തുടക്കകാലത്ത് ഇന്ത്യൻ സ്റ്റേഡിയങ്ങളിലും പിറ്റ്ബുൾ ഒരുക്കിയ ലോകകപ്പ് ഗാനം മുഴങ്ങിയിരുന്നു. 2014 ഷക്കീറ ലാ 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 എന്നൊരു ഗാനവും ചെയ്തിരുന്നു. അത് ലാ 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 ബ്രസീൽ എന്ന പേരിൽ ലോകകപ്പ് തീമിൽ പുറത്തിറങ്ങിയതോടെ ലോകമെങ്ങും അത് ഏറ്റുപാടി. ലോകകപ്പ് ഗാനത്തിനൊപ്പമോ അതിനു മുകളിലായോ ലാ 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 പടർന്നു പിടിച്ചു. റഷ്യ വീണ്ടും ലോകകപ്പിനായി ആതിഥേയത്വം വഹിച്ചത് 2018 ലീവ് ഇറ്റ് അപ്പ് എന്ന ഗാനത്തിൽ ഹോളിവുഡ് നടൻ വിൽ സ്മിത്തും ഗായിക ഇറ ഇസ്രാഫിയുമാണ് പ്രത്യക്ഷപ്പെട്ടത്. 2022 ലോകകപ്പിന് ആവേശം പകർന്നത് ഹയ്യ ഹയ്യ ബെറ്റർ ടുഗെദർ എന്ന ഗാനമായിരുന്നു. അമേരിക്കൻ ഗായകൻ ട്രിനിഡാഡ് കാർഡോന, നൈജീരിയൻ ഗായകൻ ഡേവിഡോ, ഖത്തറിലെ പ്രശസ്ത ഗായിക ഐഷ എന്നിവരായിരുന്നു പാട്ട് ഒരുക്കിയത്. 2026 ലോകകപ്പിനായി ഡായ് ഡായ് എന്ന് തുടങ്ങുന്ന ഗാനവുമായാണ് ഷക്കീറ വീണ്ടും ഒരിക്കൽ കൂടി ഫുട്ബോൾ ആവേശം പകരാനെത്തിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്കിഷ്ടമുള്ള ഫുട്ബോൾ ഗാനം ഏതാണെന്ന് കമന്റ് ചെയ്യുക. ഒപ്പം വിശദമായ വാർത്തകൾക്കും വീഡിയോകൾക്കും ETV ഭാരത് സന്ദർശിക്കുക.